എന്റെ സഹധർമ്മിണി എന്താ അവിടെ ചെയ്യുന്നതെന്ന് ഒന്ന് നേരിട്ട് പോയി നോക്കിയിട്ട് വരാം. എന്താ പറ്റിയേ? ഞാൻ ഒരു സാഹസം കാണിച്ചതാ. തന്നെ ഒന്ന് കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ നോക്കിയതാ. കണ്ണേട്ടനെ കാണണം തോന്നിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോ നമ്മുടെ രണ്ടുപേരുടെ മനസ്സ് ഒന്ന് തന്നെയാ. ഒന്ന് പിടിക്ക് സാഗറേ. എടോ സാഗറേ, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം കൂടുമ്പോ നമ്മുടെ പോരായ്മയ്ക്ക് അങ്ങ് മറക്കും. പിന്നെ അവരെ കാണാനുള്ള ഒരു ആവേശം. അങ്ങനെ ഇയാളുടെ അടുത്തേക്ക് പോകാൻ നോക്കിയതാ. ദേ, എന്നെ ചതിക്കാത്ത എന്റെ ഈ വണ്ടി നിരങ്ങി നീങ്ങിക്കളഞ്ഞു. അങ്ങനെ മേഡത്തെ കാണുമെന്ന് തോന്നുമ്പോ ഒന്ന് വിളിച്ചാ പോരെ സാറിന്? ഞാൻ വന്ന് സാറിനെ കൊണ്ടുപോയിരുന്നല്ലോ. അതിലൊരു ത്രില്ലില്ലല്ലോ. ആ, അപ്പോഴേ ഞാൻ അങ്ങോട്ട് വരാനിരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. നാളെ റിയാസും ജുബാനും പോവാണല്ലോ. അതിനുമുമ്പ് നമ്മളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അവർക്കൊരാഗ്രഹമുണ്ട്. നാളെ റിയാസ് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടണ്ടേ? ചമ്മന്തിപ്പൊടിയോ അച്ചാറോ ഒക്കെ. വേണം വേണം. അനന്തും ലേഖയും വിലപിടിപ്പുള്ള സമ്മാനമാ തനിക്ക് തന്നുവിട്ടത്. അപ്പോ തന്റെ കൈ കൊണ്ടുണ്ടാക്കിയ അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ കൊടുത്തുവിടുന്നത് നല്ലതാ. അപ്പൊ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നാ എങ്ങനെയാ ശരിയാവുന്നേ? ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പൊ പോയാലോ? അവര് ഡിന്നറിന് വിളിച്ചിരിക്കുന്നേ. ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയിട്ട് വരാം. ഒറ്റയ്ക്കോ? ഞാനുണ്ടല്ലോ സാറിന് കൂട്ടിന്. വേണ്ട, ഞാൻ ഡ്രൈവറിനൊപ്പം പോയിക്കോളാം. സാഗർ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ ഇയാളെയും കൂട്ടിക്കൊണ്ട് വയ്ക്കോ. അവർക്കൊക്കെ നാട്ടിലെ നാടൻ വിഭവങ്ങളോടാ താല്പര്യം കൂടുതല്, അല്ലാതെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളോടല്ല. അതുകൊണ്ട് വാങ്ങേണ്ടതൊക്കെ വാങ്ങിച്ചിട്ട് താൻ വീട്ടിലേക്ക് വെക്കോ. ഒറ്റയ്ക്ക് പോയിട്ട് ഇതുപോലെ വീഴോ കണ്ണേട്ടാ? അങ്ങനെ ഞാൻ വീഴാറില്ലടോ. പിന്നെ എനിക്കിപ്പം ഡ്രൈവർ ഉണ്ടല്ലോ, താൻ പേടിക്കണ്ട. ഇപ്പൊ തന്നെ താൻ സാഗറിനൊപ്പം പൊയ്ക്കോ. ഞാൻ അത്യാവശ്യം ജോലികളൊക്കെ തീർത്തിട്ട് റിയാസിന്റെ ജുബാനയുടെ അരികിലേക്ക് പൊയ്ക്കോളാം. പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും അവിടേക്ക് കൊടുത്തുവിടുമ്പോഴേ അവിടെ കുറെ മലയാളീസ് ഫാമിലി ഉണ്ട്. അവരെല്ലാവരും കൊണ്ടുവരുന്നതൊക്കെ പങ്കിട്ടെടുക്കും. അതവിടുത്തെ ഒരു രീതി. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കോ. ശരി കണ്ണേട്ടാ, ഞാൻ ഇപ്പൊ വരാം സാഗറേ. ശരി മാഡം. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ ബുദ്ധി വികസിക്കാത്തവൻ അത് നടപ്പിലാക്കി തരും. സാഗർ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. സാറ് വീണതോർത്തപ്പോ ഒരു വിഷമം. അങ്ങനെ സഹതപിക്കുന്നതാണ് എനിക്ക് അതിനേക്കാളും വിഷമം. സാഗർ ഇപ്പോ ഞാൻ പറഞ്ഞു ചെയ്യ്. ചെല. ശരി സാർ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.